പുറത്തിറങ്ങാനുള്ള ജയിൽ മോചന സാധ്യത അത് മന്ത്രിസഭാ യോഗം ശരിവെച്ചതിന് പിന്നിൽ ഒരു മന്ത്രിയുടെ തന്നെ ഇടപെടലുണ്ടെന്നും ഘടകകക്ഷി നേതാവ് അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ചില വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് ഷെറിനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്ത കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്? ഒന്നിലധികം കാമുകന്മാരുണ്ടായിരുന്ന അളവറ്റ അവിഹിത ബന്ധം പുറത്തറിഞ്ഞപ്പോൾ അതിലുള്ള പ്രതികാര പകയിൽ സ്വന്തം ഭർത്താവിന്റെ പിതാവിനെ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഷെറിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ ആരാണ്? എന്തായിരുന്നാലും ഷെറിന്റെ ജയിൽ മോചന സാധ്യത വന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷയിളവ് നൽകാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് വിലയിരുത്തിയായിരിക്കും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുന്നോട്ട് നീങ്ങുന്നത്. വിശദമായ നിയമോപദേശം തേടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയുള്ള ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്നും വിട്ടയക്കാനായി ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് മുൻഗണനകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു. ഇതിനു മുന്നേ തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്ന ഇതിലും നല്ല നടപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടനവധി ജയിൽ പുള്ളികൾ ഉണ്ടായിട്ട് പോലും, ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടായിട്ട് പോലും അർഹരായവരെ പിന്തള്ളി എങ്ങനെയാണ് ഷെറിൻ മുൻഗണന ലഭിച്ച് മുന്നോട്ട് വന്നത്? ഇതിന് പിന്നിൽ മന്ത്രി കസേരയിലുള്ള ഒരാൾ തന്നെയാണെന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയതാണ്. മോചന ശുപാർശ ഒറ്റ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭാ യോഗത്തിലെത്തിയത്. 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ വൃദ്ധരായ സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. പരിഗണിക്കുന്നെങ്കിൽ അവരെ ആയിരിക്കണം ആദ്യം പരിഗണിക്കേണ്ടത്. പക്ഷെ അതൊന്നുമില്ലാതെ ഷെറിനെ എന്തുകൊണ്ട് പുറത്തിറക്കും? ഏതു സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് നൽകുന്നത്? ഇക്കാര്യമൊക്കെ തന്നെ ഗവർണർ പരിശോധിക്കാൻ ഒരുക്കുകയാണ്. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ വാദിച്ചിരിക്കുമ്പോൾ ഏറ്റവും അധികം ജയിലിനുള്ളിൽ തന്നെ ഗുണ്ടാപ്പണിയും വിരട്ടലും ഭീഷണിയും ഒക്കെ തന്നെ നടത്തിയ ഷെറിൻ എങ്ങനെ നല്ല നടപ്പിന് അർഹയാണ്? ചില സമ്മർദ്ദങ്ങൾ മൂലം തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഫയലിൽ മന്ത്രിസഭാ യോഗം ഒപ്പിട്ടത്. എന്തായിരുന്നാലും അവസാന തീരുമാനം, അന്തിമ തീരുമാനം ഗവർണറുടെ പക്കൽ തന്നെയാണ്. 25 വർഷത്തിൽ കൂടുതൽ തന്നെ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെ ഷെറിനെ പരിഗണിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപമായി ഉയർന്നതാണ്. കേവലം 14 വർഷം ശിക്ഷ പൂർത്തീകരിച്ചു എന്ന കാരണത്തിലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനായി തീരുമാനമെടുത്തത്. ഷെറിന്റെ ശിക്ഷ ഇളവ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത് ചുരുങ്ങിയ സമയം കൊണ്ട് അത് ജയിൽ DGP വഴി ആഭ്യന്തര വകുപ്പിലൂടെ മന്ത്രിസഭയിലെത്തി തീരുമാനമാവുകയും ചെയ്തു. അസാധാരണമായ നീക്കം. സാധാരണഗതിയിൽ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതുവരെ ഷെറിൻ കഴിഞ്ഞിട്ടുള്ള ജയിലിലൊക്കെ തന്നെ ഏറ്റവും അധികം വിവാദവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഏറെക്കുറെ വാർത്തയായിട്ട് പോലും ഇതൊന്നും പരിഗണിക്കാൻ തയ്യാറായി. എന്തായിരുന്നാലും മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് അവസാന പിടിവള്ളി. ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കാൻ വേണ്ടി ഗവർണർക്ക് ഉപദേശം നൽകാൻ മാത്രമേ മന്ത്രിസഭാ യോഗത്തിന് കഴിയൂ. കണ്ണൂർ വിമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് 8-ാം തീയതി കൂടി ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും ഒക്കെ തന്നെ പരിഗണിച്ച് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു നടപടി എടുത്തത്. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതും രാജ്ഭവന്റെ അന്തിമ നടപടി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയത് കൊണ്ട് മാത്രം ഫയൽ മുന്നോട്ട് നീക്കിയെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ ഒരു കാരണവശാലും സമ്മർദ്ദം ചെലുത്താൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിക്കില്ല. കാരണം ഒട്ടനവധി വിവാദങ്ങൾ ഇപ്പോൾ തന്നെ പുകയുകയാണ്. ഒരു ഘടകകക്ഷി നേതാവിന്റെ സമ്മർദ്ദം ഈ ഫയലിന് പിന്നിലുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നതാണ്. അതുകൂടി പരിഗണിച്ച് മന്ത്രിസഭ അനുമതി നൽകി. പലതരത്തിലുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ CPM-ഉം ശ്രദ്ധിച്ചു മാത്രമായിരിക്കും ഇതിൽ അടുത്ത നീക്കം കൈക്കൊള്ളുന്നത്. പ്രതിയെ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അനുമതിയാണ് അനിവാര്യമായത്. ഇനി പ്രതി പുറത്തിറങ്ങിയാൽ അമേരിക്കയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നും സൂചന ലഭിക്കുന്നു.